അങ്ങടക്കം ഇവിടെ പറഞ്ഞു വെച്ചൊരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്താ പറയുന്നത്? ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു നിന്ന് ഒരാളെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണെന്നേ. ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയുടെ ഒരു പ്രൊവിഷനാണത്. അത് ഭരണഘടനാ ബാഹ്യമായ ഒന്നല്ല. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനു മുൻനിർത്തി നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത്? അതൊരു ജനാധിപത്യ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലേ? അംബേദ്കർ ലോകത്തെ എല്ലാ ഭരണഘടനയും സ്വാംശീകരിച്ചുണ്ടാക്കിയ ഈ ഭരണഘടനയിലൊരു പ്രൊവിഷനല്ലേ? പിന്നെ കേരളത്തിൽ തന്നെ C. അച്യുതമേനോൻ ഇവിടേക്ക് വരുമ്പോൾ അന്ന് TV ചാനൽ ചർച്ച ഉണ്ടായില്ല, അഭിലാഷിനെ പോലുള്ള അവതാരകരും ഉണ്ടായില്ല. അന്നാണെങ്കിൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം എന്തായിരുന്നു ഷാനൂബ്? അന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട CPI നേതാക്കൾക്കെതിരെയും TV തോമസിനെതിരെയും MN ഗോവിന്ദൻ നായർക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു EMS നമ്പൂതിരിപ്പാട്. അപ്പൊ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിലുള്ള രണ്ടുപേരെ മുഖ്യമന്ത്രിയാക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് രാജ്യസഭാ അംഗമായിരുന്ന C. അച്യുതമേനോൻ വന്നു. അതുപോലെയാണോ ഇവിടെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, AK ആന്റണി ആദ്യത്തെ തവണ വരുമ്പോൾ 37 വയസ്സുള്ള AK ആന്റണിയേക്കാൾ സീനിയറായ എത്രയോ നേതാക്കന്മാരുണ്ട്. 95-ൽ ഉമ്മൻചാണ്ടി വരുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ, മലയാള മനോരമയുടെ എഴുത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയേക്കും. അന്ന് നേതൃമാറ്റ ശ്രീകുമാർ സാറിനെ പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇവിടെ ഉമ്മൻചാണ്ടി അവിടെ യോഗ്യനായുള്ളപ്പോൾ തന്നെയല്ലേ AK ആന്റണി വരുന്നത്? ഇവിടെ കൃത്യമായി അതൊരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രയോറിറ്റിയും ഒരു പൊളിറ്റിക്കൽ ചോയ്സും ആണെന്നേ. KG ജ്യോതിർഘോഷിന് വേറൊരാളാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ വിഷ്ഫുൾ തോട്ട്, ആഗ്രഹ ചിന്തയാ. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയാ. ഇപ്പൊ ഇവിടെ ഡെമോക്രസി എന്ന് പറയുന്നത് അതാണെന്നേ. മറ്റേത് മോബോക്രസിയാ. ആൾക്കൂട്ടാന്ന് ഇറങ്ങുക, 100-300 ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ കർണാടകത്തിൽ 1000-വും 10,000-വും 1,00,000-വും ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാക്കന്മാരുണ്ടെന്നേ. തെലങ്കാനയിലുണ്ട്. എന്താ ജനാധിപത്യത്തിൽ ജനവികാരത്തിന്റെ യൂണിറ്റ്? അത് MLA-മാരാ. MLA-മാർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലർ പ്രചരിപ്പിക്കണം. അത് MLA-മാരുടെ അവകാശമല്ലേ? ഒരു 5 കൊല്ലത്തേക്ക് MLA-ക്ക് കൊടുക്കുന്ന മാൻഡേറ്റ് അത് 5 കൊല്ലത്തേക്ക്. അതാണ് പാർലമെന്ററി സിസ്റ്റം. ഇവിടെ നമുക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല. ഇവിടെ പിണറായി വിജയനും VD സതീശനും തമ്മിൽ കേരളത്തിന്റെ പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് പറഞ്ഞ പ്രസിഡൻഷ്യൽ വ്യക്തിഗതമായ ഇലക്ഷൻ അല്ല. പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ വെച്ച്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വെച്ച് പാർട്ടികൾ പോരാടിയ ഇലക്ഷനാ. പാർട്ടികൾ സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കുന്നു. സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെങ്കിൽ ജനങ്ങൾക്ക് തോൽപ്പിക്കാന്നേ. ആ സ്ഥാനാർത്ഥികൾ ഈ വരുന്ന MLA-മാർ തെറ്റായ പൊസിഷൻ വന്നു കഴിഞ്ഞ് സ്വീകരിച്ചാൽ അടുത്ത 5 കൊല്ലം വരുന്ന തെരഞ്ഞെടുപ്പ് അവരെ തോൽപ്പിക്കാം. അതാ ജനാധിപത്യം. 5 കൊല്ലം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു MLA-മാരെ വിശ്വാസത്തിലെടുക്കണം, പാർലമെന്ററി പാർട്ടിയെ വിശ്വാസത്തിലെടുക്കണം. ഇവിടെ നടന്നത് ഒരു ഒരു കാര്യം അഭിലാഷ് എനിക്ക് പറഞ്ഞ് പൂർത്തീകരിക്കണം. ഇവിടെ ചില പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അപകടകരമായ പൊതുബോധ നിർമ്മാണം നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എനിക്ക് അതിന്റെ സമയം വേണം. ഇവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണോ, മുഖ്യമന്ത്രി അല്ലാതിരിക്കണോ എന്നൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ചോയ്സാ. നാളെ KC വേണുഗോപാലിനെ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രി അല്ലാതെ തീരുമാനിച്ചാലും അതിന് ആ തീരുമാനത്തെ അംഗീകരിച്ച് ചാനലുകളിൽ വരാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ KC വേണുഗോപാലിനെ കരുതി കൂട്ടി ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ പോലുള്ള പരിശ്രമങ്ങൾ നടന്നു. വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത ആളാണെന്ന് പറഞ്ഞുണ്ടാക്കി. കഴിഞ്ഞ ശ്രീകുമാർ സാറടക്കമുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞ ഒരു തവണ ഇവിടെ എല്ലാ ഘട്ടത്തിലും വെള്ളാപ്പള്ളിക്ക് ചില പൊസിഷൻ എടുത്ത ആൾ അങ്ങനെ പറയാണ്. ഇവിടെ നമുക്കറിയാം, വഖഫ് ബില്ലിന്റെ ചർച്ച നടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ? എല്ലാ വർഷവും ഞാൻ ശബരിമലയിൽ പോകുന്ന ആളാ, എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്ന ആളാ. ഇവിടെ എങ്ങനെയാണോ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഒരു അമുസ്ലിം പ്രതിനിധിയായിരിക്കുന്നത്, അതുപോലെ അനൗചിത്യമാണ് വഖഫ് ബോർഡിൽ ഒരു വഖഫ് ബോർഡിൽ അമുസ്ലിമിനെ വെക്കുന്നത്, ഉള്ള ആളാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല. ഒരു പക്ഷേ ഫേസ്ബുക്കിലോ മറ്റോ അങ്ങനെ ചർച്ച അല്ല. അങ്ങനെ ഒരു മാധ്യമത്തിൽ അഭിലാഷ് പറഞ്ഞു എന്ന് അർത്ഥമില്ല. പക്ഷേ ഇതിലേക്ക് ഒരു പൊതുബോധ നിർമ്മാണം നടത്തിയ ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ വെള്ളാപ്പള്ളി KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നതിന് കാരണമുണ്ടെന്ന് പറഞ്ഞ് ചില അമിത വൈകാരികത സൃഷ്ടിച്ചു. അഭിലാഷ് ഇടവേള എടുക്കേണ്ട അനിവാര്യ സാഹചര്യം ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിലേക്ക് വരാം.